ഫ്രണ്ട്സ്, റൂമിൽ നിന്ന് ഒളിഞ്ഞു നോക്കണം മമ്മി എന്തെടുക്കണമെന്ന്. കണ്ടോ, റൂമിൽ കിടന്നവനാ ഓടി വന്ന് ഒളിഞ്ഞു നോക്കുന്ന കേട്ടോ, മമ്മി ഉണ്ടോ ഇവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ചെറിയ വീഡിയോ കേട്ടോ. ആ നടയിൽ കിടക്കുന്നത് കണ്ടോ, ആ നടയിൽ കിടക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഫ്രണ്ട്സ്? ഞാൻ അങ്ങോട്ടോ താഴോട്ടൊക്കെ പോകുന്നത് ഇവനെ കാണാൻ വേണ്ടിയാണ്. അവൻ അവിടെ കിടന്നത്, ആ AC റൂമിൽ കിടന്നവൻ ഓടി വന്നേക്കുന്നത്. ചേട്ടൻ കുളിക്കുന്നു കേട്ടോ, വന്നിങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നു, മമ്മി അവിടെ ഉണ്ടോ, ഇങ്ങനെ ഒളിഞ്ഞ് നോട്ടമാണ്. ആ നോട്ടം കാണാൻ നല്ല സുന്ദരനാണേ, സുന്ദരമാണേ. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചെറിയൊരു കണ്ടൻറ്റൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണേ. എല്ലാവരും രാവിലെ പോകുന്നതല്ലേ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തൊക്കെയെന്ന് കാണാൻ കേട്ടോ. കുക്കിങ്ങൊന്നും കാണിക്കുന്നില്ല, കാണാം ജസ്റ്റ് ഒന്നേ. പൂട്ട് ചെറുപയർ കറി ബ്രേക്ക്ഫാസ്റ്റായി കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റായി. ഇനി ഉച്ചത്തേക്കുള്ളതൊക്കെ നോക്കണം. അപ്പോൾ ഇന്ന് പൂട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. ഇന്ന് എല്ലാവർക്കും അതാണ് പൂട്ടും. നല്ല സോഫ്റ്റ് പൂട്ടാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ നിറവറയുടെ മേടിച്ചിരുന്നാലും ഞാനത് മിക്സിയിലിട്ട് അടിക്കും കേട്ടോ. അടിച്ചൊന്ന് പൊടിയാക്കിയിട്ടൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം വച്ച് അങ്ങനെയൊക്കെ എടുക്കുന്നത്. അപ്പോൾ പൂട്ടും ചെറുപയർ കറിയാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണം. ഒരക്കണ്ട അച്ഛനെ കൊണ്ടൊന്ന് ആക്കാൻ പോകുന്നതാണ്. ആ ശരി. മൊബൈലെടുത്തോ? അവൻ നേരത്തെ ഇറങ്ങി അങ്ങോട്ട്. അവിടെ ചെന്ന് നിൽക്കണ ഗ്രില്ല് ഉറക്കാൻ. ഇത് കണ്ടില്ലേ, ആ മുന്നിലേക്ക് ഇറങ്ങി. ഓടിപ്പോയി കാട്ട് പറ. പറഞ്ഞോ? അതെ, എങ്കിലാഴ്ച തല വേദനിക്കല്ലേ പോലെ അച്ഛ പോണു. പോയാ പോയാ അങ്കിൾമാരൊക്കെ മോനെ കണ്ട അങ്കിളൊക്കെ മോനെ കണ്ട ടാറ്റ പറഞ്ഞ. അച്ഛനെ വീട്ടിലേക്ക് മോന് ഉറക്കം വരില്ല. ആ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് മക്കളെക്കാൾ കൂടുതൽ അധികാരവും സ്നേഹമൊക്കെ അവനാണ് കേട്ടോ. മക്കളൊന്നും ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ വരുകയൊന്നുമില്ല, പക്ഷെ അവൻ വന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വിട്ട് ഡെയിലി ഉള്ള അവൻ്റെ ഒരു റൂട്ടീനാണത്, റൂട്ടീനിൽ പെട്ടതാണത്. ഇനിയിപ്പം ഞങ്ങൾ പണി തുടങ്ങുമ്പോൾ ഈ ഗേറ്റൊക്കെ മാറ്റും കേട്ടോ. ഗേറ്റൊക്കെ മാറ്റി ഇച്ചിരി വലിയ ഗേറ്റൊക്കെ പിടിപ്പിക്കണം. ഗേറ്റൊക്കെ ഒന്ന് കണ്ടോ ആ വയ്യ കണ്ടോ. കഴിഞ്ഞോ? ബാ എന്നാൽ പോവാം, ബാ. ഇനി അച്ഛൻ പിന്നെ 4 മണി 3:30 വരുവുള്ളൂ. ബാ. ഗുഡ് ബോയ്, കയറിക്കോ. പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ അനുസരിക്കുക എൻ്റെ മോൻ. ഇനി ചേട്ടയൊക്കെ വിടണം. അമ്മയ്ക്ക് ഒരുപാട് അലക്കാനുണ്ട്, ഷീറ്റൊക്കെ ഒരുപാട് ഷീറ്റുണ്ട്, വിരിച്ചിടണം. അപ്പം മോൻ പിന്നെയും അമ്മയെ സഹായിക്കോ? നിൽക്കേട്ടാ, വരട്ടേട്ടാ. എന്നെയും കൊണ്ടേ അവൻ പോകത്തുള്ളേ. ഇത് കണ്ടോ, ഭയങ്കര സ്നേഹമാണ് ഫ്രണ്ട്സ്, പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് അവൻ്റെ വേല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസൊക്കെ അടിച്ച് ഹസ്ബൻഡിന് കൊടുത്തു. ഇനി മോനുണ്ട്, മോളില്ല കേട്ടോ. മോളിനി മറ്റന്നാൾ വരും, നാളെ വരും തോന്നുന്നു. അതാ ഇനി മറ്റന്നാൾ ഓഫീസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും, ഫ്ലൈറ്റ് ടിക്കറ്റ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി ജ്യൂസുമായി. ഇനി അലക്കലും ഇടിക്കലും ഒക്കെയാണ് കേട്ടോ. കുളി കഴിഞ്ഞ് എത്ര ഉണക്കിയിരുന്നാലും വന്ന് മെഴുകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഒരുത്തൻ അവൻ ഈ കട്ടിൽ കയറിയും സെറ്റിൽ കയറിയും മെഴുകിയില്ലെങ്കിൽ ഇരിക്കൂല. കുളി കഴിഞ്ഞ് ഉണങ്ങയൊക്കെ ചെയ്ത് അതേ അച്ഛൻ ചീകിയൊക്കെ കൊടുത്ത് എന്നിട്ട് വന്നിട്ട് മെഴുകുന്ന. അയ്യോ ആ ഷീറ്റ് ഞാൻ രാവിലെ വിരിച്ച ഷീറ്റ് എന്തീ കാണിക്കണേ പൊന്നോ ഇത് എന്താ പൊന്നായി കാണിച്ചത്? ഷീറ്റിലിട്ട് അച്ഛൻ നല്ലവണ്ണം ഡ്രയറൊക്കെ വെച്ച് ഉണക്കി തന്നല്ലേ, ചീകി തന്നില്ലേ മുടി?
ചീകി തന്നില്ലേ മുടി? ഈ ഷീറ്റ് എന്താ ഈ കാണിച്ചത്? ഇനി ഈ ഷീറ്റ് മാറ്റണം. രാവിലെ വിരിച്ച ഷീറ്റാണ്, ഇനി മാറ്റണം. ഇങ്ങനെ മമ്മി പണിയെടുത്ത് ചാകെയുള്ളൂ കേട്ടോ. മമ്മി മരിച്ചു കഴിഞ്ഞാൽ ആരും നോക്കുന്നതിനെ? ആരും ഭക്ഷണം തരും? ആരാ ഭക്ഷണം വാരി തരാനുള്ളത്? ആരാ മെഡിസിൻ തരാനുള്ളത്? മറ്റുള്ളവർ ഭക്ഷണം വാരി തന്നെ നീ കടിക്കൂലേ? നിനക്ക് വേണ്ടല്ലോ. നീ മെഡിസിൻ കഴിച്ചാൽ നീ കഴിക്കോ? ഇല്ല, മമ്മി തരണം മെഡിസിൻ. ഇത് എന്തു പണിയെ? രാവിലെ വിരിച്ച ഷീറ്റ് ഈ കാണിച്ചു വച്ചേക്കുന്നു കണ്ടോ? ഈ കുറുമൻ കുട്ടൻ, കള്ളക്കുട്ടൻ. ഇല്ല, മോനെ വയക്ക് കഴിഞ്ഞല്ല കേട്ടോ. നമ്മുടെ മോൻ അനുസരണയാണ്. പക്ഷെ അവന് കുളി കഴിഞ്ഞാൽ എത്ര ഉണക്കിയിരുന്നാലും ഇവിടെ വന്നൊന്ന് ഉരുളാതെ അവന് ആ ഉരുള് നേർച്ച ചെയ്യണം. അല്ലേ ഇരിപ്പ് കണ്ടോ കള്ളക്കുട്ടൻ. എനിക്ക് വയ്യ എന്നെ. ചോറ് തണുക്കാൻ വച്ചിരിക്കുന്നത് കേട്ടോ. ചിക്കനൊക്കെ മമ്മി തണുക്കാൻ വെച്ചിരിക്കുന്നത് തരാൻ. കൂടെ ഈ വായൊക്കെ കഴുകണം. പേസ്റ്റ് ഇട്ട് തോടെ ഇന്നലെ പേസ്റ്റ് ഇട്ട് മമ്മി പല്ലൊക്കെ തേച്ചതാണ്. ഇനി ഒന്നും കൂടെ പേസ്റ്റൊക്കെ തരണം, വായിക്ക് സ്മെല്ല് ഇല്ലാതിരിക്കാൻ. അതിൻ്റെ പൗഡറൊക്കെ ഇടണം ഇല്ലേ? മമ്മിക്ക് ഒത്തിരി പണിയുണ്ട്. മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ കഴുകി വെക്കണം. 2 ബക്കറ്റ് തുണി കൊണ്ടൊന്ന് വിരിച്ചിട്ട് വന്നു. ഇത് എവിടെ നിന്ന് വരുന്നു പണിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓടി ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. പക്ഷേ ഓട്ടം അല്ലാതെ ഇത് പണിയിട്ട് തീരുന്നുമില്ല. ഇത് കണ്ടോ, ഇതൊക്കെയാണ് പണി. ഇത് കണ്ടില്ലേ, രാവിലെ വിരിച്ച ഷീറ്റാണ് ഒരുത്തൻ കാണിച്ച് വെച്ചേക്കുന്നത് കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത് മാറ്റണോ വിരിക്കണോ? അച്ഛൻ വഴക്ക് പറയും ഇത് മാറ്റുന്നതിന്. രാവിലെ വിരിച്ചതല്ലേ. അത് കണ്ടോ, ഷീറ്റ് മാറിയതേ ഉള്ളൂ കയറി കേട്ടോ. അവനെ ഷീറ്റ് മാറിക്കഴിഞ്ഞാൽ കയറണമെന്നാണ് കേട്ടോ. ആ ഷീറ്റൊക്കെ നേരത്തെ ഷീറ്റൊക്കെ കുളച്ച് കൂട്ടിയൊക്കെ ഇട്ടത് കണ്ടില്ലേ? അപ്പോൾ ആ ഷീറ്റൊന്ന് മാറ്റി ഞാൻ തലേണി കുറേയൊക്കെ ഇടട്ടെ. ഷീറ്റ് മാറുന്ന വരെ അവൻ താഴെ ഇരിക്കും ഇങ്ങനെ മിണ്ടാപ്പൂച്ചയായിട്ട്. ഷീറ്റ് മാറിക്കഴിഞ്ഞാൽ ഒരൊറ്റ ചാട്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദീപക്കൊന്നുമില്ല. ഇന്ന് ഒത്തിരി പണിയിലായിരുന്നു. അടിച്ചു വാരി മുറ്റമൊക്കെ അടിച്ച് കഴുകി ഇറക്കി ഒക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ അവരൊക്കെ കട്ടിലിൻ്റെ അടിയൊക്കെ അടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അടിച്ച് തുടച്ച് വന്നു. വിളക്ക് എത്തിക്കാനൊക്കെ പോകുന്നു. അതേ അപ്പം മോൻ്റെ കുറച്ച് ടോയ്സും ഗീസൊക്കെ കിട്ടി. അവൻ അതും വെച്ച് കളിച്ചുകൊണ്ടിരുന്നോളും. പൂജാ റൂമിൽ എൻ്റെ കൂടെ വന്നോളും കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ പതിവ് പോലെയൊക്കെ കൊണ്ടുവന്നതായിട്ടോ, എടുത്തുകൊണ്ട് വന്നതാണ്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, ലൈവിൽ വന്നായിരുന്നു. പിന്നെ ലൈവിൽ വന്ന് ഒത്തിരി പേരെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഞായറാഴ്ചത്തെ വീഡിയോയും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ചെറിയ വീഡിയോ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇന്നത്തെ വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ള സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം. ഒന്ന് ഈ ചെറിയ ചാനലിനേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നമ്മളൊക്കെ റിയലായിട്ട് തന്നെ സത്യസന്ധതയില്ല. ഇപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് പറയുന്നത് തന്നെ ഇത് കണ്ടോ, എല്ലാം നിങ്ങൾ എൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണുന്നില്ല, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ വള്ളത്തരവും ഒന്നും തന്നെ ഇല്ല കേട്ടോ. അങ്ങനെയുണ്ട് എനിക്കിപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരെയും ഇങ്ങനെ കാണിക്കണമെന്നില്ലല്ലോ. എല്ലാവരെയും ഞാൻ പിന്നെ ഇന്നലെ ഞാൻ ലോങ് വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ഫ്രണ്ട്. കാരണം ഈ റോജ കഴിയുമ്പോൾ, നോയമ്പ് കഴിയുമ്പോൾ മേസ്തിരിമാർ താഴെ വരും. ഒരു 6 മാസത്തെ പണിയുണ്ട് കാരണം. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ലേബേഴ്സിനെ വിളിച്ചിട്ടൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നേരത്തെ വീഡിയോയിൽ. കുറേ സാധനങ്ങൾ എനിക്ക് തന്നെ എടുത്തു. അപ്പോൾ എല്ലാവരും ഇവിടെ രാവിലെ പോകുന്നവരാ. പിന്നെ എൻ്റെ മക്കളൊന്നും ഈ പണി ചെയ്യില്ല. അവരൊക്കെ രാവിലെ പോയി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി നേരം കിട്ടിക്കഴിഞ്ഞാൽ അതവർ ഉറങ്ങി അങ്ങനെ അവർ നോക്കുകയുള്ളൂ. അവർ അങ്ങനത്തെ പണി. പിന്നെ നമ്മുടെ ഹസ്ബൻഡായിരുന്നാലും ഇത്രയും വയസ്സായ ആളല്ലേ, ഒരുപാട് വയസ്സായ ആളാണ് കേട്ടോ. എന്നിട്ടും ജോലിക്കൊക്കെ പോകുന്നതാണ്. അവൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ആ പണിയൊന്നും ചെയ്യിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്ത് ഇന്നലത്തെ പൊടിയൊക്കെ അടിച്ചിട്ട് എനിക്ക് ജലദോഷവും. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കോൺട്രാക്ടർ വന്നിട്ട് പറഞ്ഞു കുറേ സാധനങ്ങളും കൂടെ ഒഴിഞ്ഞ് തന്നാൽ ഇപ്പുറത്തെ സൈഡ് വെട്ടി പിടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 13-ാം തീയതി 12-ാം തീയതി 13, 14-ാം തീയതിയൊക്കെ ഞാൻ ആ വിഷു അടുപ്പിച്ച് വന്ന് തുടങ്ങാനാണ് പറഞ്ഞത്. അപ്പോൾ അവർ വന്ന് തുടങ്ങും. അപ്പം അതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉള്ളത് മാറ്റി മറിച്ചൊക്കെ ഇടുന്നായിരുന്നു കേട്ടോ. ഒരു ചെറിയ വീഡിയോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സമയമൊന്നും ഉണ്ടായിട്ടല്ല ഈ ലൈവിൽ വന്നിരിക്കുന്നത്, ചെറിയ വീഡിയോ കൊണ്ടുവരുന്നു കേട്ടോ.
ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ടോ. പിന്നെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ കണ്ടൻ്റായിട്ട് ഇന്നലെ ഇട്ടില്ലല്ലോ. പില്ലോ ഒക്കെ പില്ലോ ഒക്കെ എടുത്തപ്പോൾ അവൻ ഇങ്ങനെ വീഴ്ചത്. മോൻ്റെ പില്ലോ മോൻ്റെ പില്ലോ ഒക്കെ കവർ ഇട്ടല്ലോ മമ്മി. ഇത് കണ്ടില്ലേ, മോൻ്റെ പില്ലോ ഒക്കെ കവറിട്ട്. ഈ പില്ലോ വേണമെങ്കിൽ ഇതെടുത്തോ, ഏതാന്ന് വന്നോ കിടന്നോ. അവൻ എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയിൽ പൂ മേടിക്കണം. അപ്പോൾ ഒന്ന് പൂക്കാരത്തി ചേച്ചിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പല വീഡിയോസിൽ അവരെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പൂ മേടിക്കാൻ പോകണം. പൂ മേടിക്കാൻ ഇവനെ ആക്കിയിട്ട് വേണം പോവാൻ. മോനെ ഇതൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരുന്നോണം കേട്ടോ. അപ്പുറത്ത് ചേട്ടൻ കിടപ്പുണ്ട്, ചേട്ടനും അപ്പുറത്ത് കിടപ്പുണ്ട്. മമ്മി പൂ മേടിച്ചുകൊണ്ട് വരട്ടെ. മോൻ്റെ തൈര് മേടിക്കണം. ഇവിടെ തൈര് ഇട്ടു കേട്ടോ ഫ്രണ്ട്സ്, പക്ഷെ ആ തൈര് അവന് ഇഷ്ടമല്ല. അവന് മിൽമയുടെ തൈര് തന്നെ വേണം. അപ്പോൾ മിൽമയുടെ തൈര് തന്നെ വേണം. കൊച്ചിനെ എല്ലാം തുടച്ചൊക്കെ കൊടുത്തതാണ് രാവിലെ, പേസ്റ്റൊക്കെ എടുത്ത് പല്ലൊക്കെ തേച്ച്. അപ്പോൾ എപ്പോഴെപ്പോഴും ആ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ എപ്പോഴെപ്പോഴും കേട്ടോ. പാവം കേട്ടോ, പാവം. കൊഞ്ചിന്ന് കേട്ടോ, കൊഞ്ചിന് എന്നമ്മ ഇതൊക്കെ വെച്ച് കളിച്ചോണ്ടിരുന്ന മമ്മ പൂ മേടിച്ചോണ്ട് വരട്ടെ. പ്രണാം ചെയ്യണ്ടേ, നമുക്ക് തമ്പായി തോന്നണ്ടേ. അപ്പോൾ പൂ മേടിച്ചോണ്ട് വരട്ടെ. അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കും, മമ്മി ഓടി വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരാം ഫ്രണ്ട്സ് കേട്ടോ. കിടക്കുന്നു കേട്ടോ, പാവം. കിടപ്പ് കണ്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പൂജാപാത്രങ്ങളൊക്കെ കഴുകി ഇവിടെ കൊണ്ടുവന്ന് വച്ചു കേട്ടോ. ഇനി മോനെ അവിടെ ഇരുത്തിയിരിക്കുന്ന അവൻ്റെ ചേട്ടൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ. അപ്പോൾ ഞാനൊന്ന് പൂ മേടിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. ചേച്ചിയുടെ അടുത്ത് പോയി പൂ മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ചേട്ടൻ പോകുന്നു, അതാണ് ഈ ഓടി വന്ന കേട്ടോ. ജീവനെ കളഞ്ഞ് ഓടി വന്ന് അവിടെ ഇവിടെയൊക്കെ നോക്കണേണ്ട, പാവം. ഓടി വരുന്നുണ്ടോ, പാവം. പോയാ ചേട്ടൻ പോയാ? ശരി ചേട്ടൻ പോവാട്ടെ. അച്ഛനെ വിട്ടു. ചേട്ടൻ ചേട്ടൻ ലേബേഴ്സ് വരുത്തുന്നത്, അതാണ് ഈ നോക്കുന്നത് കേട്ടോ. എന്ത് സൗണ്ട് കാണാലും ശ്രദ്ധിക്കും. ഒളിഞ്ഞു നോക്കുന്ന കണ്ടോ. ആരാ പൊന്നാ അത്? ആരാ സൗണ്ട് ഉണ്ടാക്കുന്നത് അവിടെ? അപ്പുറത്ത് പണിക്കാർ പൊന്നാ, അപ്പുറത്തെ ഫ്ലാറ്റിൽ. പറയാം ചേട്ടൻ്റെ അടുത്ത്. ടാറ്റ. ചേട്ടൻ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി, അതാ വന്ന്. അപ്പുറത്ത് സൗണ്ട് കേൾക്കുന്ന കണ്ടോണ്ടേ ഒളിഞ്ഞുള്ള നോട്ടം കാണണം. കണ്ടോ ആ സൗണ്ട് എന്താണെന്ന് അവനെ അറിയണം. ഇത് കണ്ടോ, ആ സൗണ്ട് എന്താണെന്ന് അവനെ അറിയണം. എന്താണ് അപ്പുറത്തെ സൗണ്ട് അതുവരെ നീക്ക് കണ്ടോ. താടിക്ക് കൈയൊക്കെ കൊടുത്ത് ആ ലേബേഴ്സ് പണി ചെയ്യുന്ന അതിൻ്റെ സൗണ്ടാണ് പൊന്നുവോ. ആ ലേബേഴ്സേ പണി ചെയ്യുന്ന അതിൻ്റെ സൗണ്ടാണ്. ശ്രദ്ധിക്കുന്ന കേട്ടോ. പോകുന്നു ചേട്ടൻ, അതാണ് ഈ ഓടുന്നത്. ഇത് കണ്ടേ, കുലുക്കി പോയാ ചേട്ടാ? ദേ പോകുന്നു ചേട്ടാ പോയാ? ഇത് കണ്ട ചേട്ടാ പോയാ? കണ്ട പോയാ? ഭയങ്കര തിരക്കിലാണ് മോൻ. ഇന്ന് നോക്കുന്നു കണ്ടോ, അടുക്കളയിൽ വരുന്ന നോക്കുന്നു കണ്ടോ. അടുക്കളയിൽ കണ്ടല്ലോ, അടുക്കളയിൽ നോട്ടം. അടുക്കളയിൽ വരെ മോനെ എത്തി നോക്കിയിട്ട് പോയി. കണ്ടില്ലേ?